വെറും 1.5 ചക്രത്തിന്റെ ഗുണ്ട, ആട് തോമ. അതല്ലാതെ എന്താണ് അതിന്റെ ഡിഗ്രി? നിന്റെ വില ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. ഇതാ ഓട്ടക്കാരന ഇരിക്കട്ടെ. നിനക്ക് പകരം ഇപ്പൊ എനിക്കൊരു മകനുണ്ട്. അതാ ആ നിൽക്കുന്ന 18-ാം പട്ട തെങ്ങ്. ഞാൻ അവസാന ശ്വാസം വരെ അതിന് വെള്ളം കോരും. അതിൽ നിന്നൊരു കരിക്ക് വെട്ടി കുടിച്ചിട്ട് ഈ സർസിപ്പി മരിക്കൂ. അച്ഛന്റെ സ്വപ്നങ്ങൾ മുഴുവൻ ചവിട്ടിയരച്ച് ചെകുത്താൻ അവൻ. ഇറങ്ങിപ്പോടാ പുറത്ത്. ഡൽഹി പഠിക്കാത്ത കാലുകുത്തരുത്. ഇനി ഞാൻ വരും സെമിത്തേരിയിൽ നിങ്ങളുടെ കൊടിയെ മണ്ണിടാൻ. ഈ 18-ാം പട്ടയുടെ ചുവട്ടിനാകട്ടെ മകന്റെ ഒരു കൂടി മണ്ണ്. എനിക്ക് പറയാനുള്ളത്, ഞാനുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഞങ്ങളുടെ ഒരു ഫൗണ്ടേഷൻ ഉണ്ട്, വിശ്വശാന്തി ഫൗണ്ടേഷൻ ആണ്. ഞാനത് ഇവിടുത്തെ പുനരധിവാസത്തിന് അല്ലെങ്കിൽ ഒരു റീഹാബിലിറ്റേഷന് വേണ്ടിയിട്ട് ഇപ്പം നമ്മളൊരു 3 കോടി രൂപയാണ് കൊടുക്കാൻ തയ്യാറാകുന്നത്. തീർച്ചയായിട്ടും അത് കഴിഞ്ഞിട്ട് അതിന്റെ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചതിന് ശേഷം വീണ്ടും ഇവർക്ക് എന്തെങ്കിലും പണത്തിന്റെ കാര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ വിശ്വശാന്തി ഫൗണ്ടേഷൻ വീണ്ടും പണം കൊടുക്കുന്നതാണ്. ഇവിടെ ഒരു മൊണ്ണ പോയേക്കുക കാണാൻ ദുരന്തബാധിത പ്രദേശം ലഫ്റ്റനന്റ് കേണൽ മോഹൻലാൽ സന്ദർശിച്ചെന്ന്. എന്തിന് സന്ദർശിച്ചു? പട്ടി നാറി, നിന്റെ അടുത്ത് ഞാൻ എന്തോ ഉണ്ടാക്കാൻ വന്നു. ആദ്യം തന്നെ ഇവൻ എന്തിനാ ഇവിടെ വന്ന്? ഇവൻ ആരാ? ഞാൻ നിന്റെ തന്ത, ഇവരൊക്കെ നിന്റെ മറ്റു തന്തമാൻ. നാണം ഉളുപ്പില്ലാത്തവനൊക്കെ ഇറങ്ങിയേക്കോ തുണി ഓരോ വേഷം ചുറ്റിക്കൊണ്ട്. നാണം ഉണ്ടോ ഇയാൾക്ക്? ഉളുപ്പില്ലാത്തൊരു മനുഷ്യൻ ഇങ്ങനത്തെ നാണം കെട്ട് എവിടെയും ചെന്ന് ഒരു നാണം ഉളുപ്പില്ലാതെ ഇറങ്ങി നിൽക്കാൻ മടിയില്ലാത്ത താലത്തോറിനകത്ത് തീട്ട വേണ്ടുള്ള ഇയാൾക്ക് എന്താണ് വയ്യേ? വയനാട്ടിൽ രക്ഷാപ്രവർത്തനം നടത്തിയ സൈന്യത്തെ സമൂഹ മാധ്യമങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്തിയ ആൾക്കെതിരെ പോലീസ് കേസെടുത്തു. തിരുവല്ല സ്വദേശി അജു അലക്സിനെതിരെയാണ് കേസെടുത്തത്. നമസ്തേ ഫ്രണ്ട്സ്, ഞാൻ റിജുവാണ്. അപ്പൊ നമ്മള് ഇന്നലെ കുറച്ച് ദിവസം ഒരു ഇഷ്യൂസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിപ്പുണ്ട്, മോഹൻലാൽ ആൻഡ് ചെകുത്താൻ ഇഷ്യൂ. അപ്പൊ നമ്മൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചെകുത്താനെ സപ്പോർട്ട് ചെയ്യണമല്ല, പക്ഷെ അജു വർഗീസിന്റെ കുറച്ച് വ്യൂവിൽ നിന്ന് നോക്കുമ്പോൾ അദ്ദേഹത്തിന് അത് ശരിയായിട്ട് തോന്നിയിട്ടുണ്ടാവും. മോഹൻലാൽ സാറിന്റെ വ്യൂവിൽ നോക്കിയപ്പോൾ മോഹൻലാൽ സാറിനും അത് ശരിയായി തോന്നിയിട്ടുണ്ടാവും. കാരണം ഈ ദുരിതബാധിത പ്രദേശത്തേക്ക് ചെന്ന് അതൊരു പട്ടാളത്തിന്റെ ഇതാണ്, കൺട്രോളിലാണ്. അപ്പം നമുക്ക് സാധാരണപ്പെട്ട ആളുകൾക്കൊന്നും കയറാൻ പറ്റില്ല. അത് 100% ഉറപ്പാണ്. അതിന് അത്ര ഡെഡിക്കേറ്റ് ആയിട്ടുള്ള അത്ര ഓഫീസേഴ്സ് അല്ലെങ്കിൽ മിനിസ്റ്റേഴ്സ് അങ്ങനെയുള്ളവർക്ക് മാത്രമേ അങ്ങോട്ട് ചെല്ലാൻ പറ്റുള്ളായിരുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോഹൻലാൽ സാറ് താങ്കളുടെ യൂണിഫോം യൂസ് ചെയ്തുകൊണ്ട് പട്ടാളത്തിൻ്റെ പവർ യൂസ് കൊണ്ട് അങ്ങോട്ട് ചെന്ന്, കാരണം അദ്ദേഹത്തിന് അവിടെ ഏലത്തോട്ടമുണ്ട്. അപ്പോൾ ഏലത്തോട്ടം പോയത് കാണാനും അതേപോലെ മറ്റുള്ള ജനങ്ങളുടെ ഇതും എല്ലാം അദ്ദേഹത്തിന് ആ ഒരു സ്ഥലമായിട്ട് കുറച്ച് ബന്ധമുള്ള സ്ഥലമാണ്. അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് അദ്ദേഹം ദുരിതബാധിത പ്രദേശം കറക്റ്റായിട്ട് കണ്ടുകൊണ്ട് മനസ്സിലാക്കിയും കൃത്യമായിട്ടുള്ള ട്രാക്ക് ചെയ്താണ് അദ്ദേഹം പോയത്. അപ്പൊ നമ്മുടെ അജു വർഗീസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ യൂട്യൂബറാണ്. അപ്പൊ അദ്ദേഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെതായ ഒരു ടാക്ടിക്കൽ എടുത്തുകൊണ്ട് അതൊരു യൂട്യൂബ് ചെയ്തത്, അത് അങ്ങനെ കണ്ടാൽ മതിയായിരുന്നു. ഇതിനു വേണ്ടി മാത്രം കൊണ്ട് കേസ് കൊടുത്ത് ഞാനത് യോജിക്കുന്നില്ല. കാരണം പുതിയ ഒരു അമ്മ സെക്രട്ടറി വന്നെന്നും പറഞ്ഞിട്ട് ഇത് കൊടുക്കാനായിട്ടുള്ള അത്ര വലിയ ക്രിമിനലൊന്നും അല്ല ഈ പറഞ്ഞ ചെകുത്താൻ എന്ന് പറഞ്ഞ അജു വർഗീസ്. ഞാൻ സപ്പോർട്ട് ചെയ്യണ അല്ല, ഒരാളെ സപ്പോർട്ട് ചെയ്യുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെറിയ കാര്യങ്ങളൊക്കെ കൊണ്ട് ഒരാളെ ഇങ്ങനെ കൊണ്ട് കേസ് കൊടുക്കാന്ന് പറഞ്ഞാൽ ഇതിന് നേരം ഉണ്ടാവുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ സോഷ്യൽ മീഡിയയാണ്, നല്ല രീതിയിൽ വരയങ്ങൾ സൃഷ്ടിക്കുക. പിന്നെ മോഹൻലാൽ എന്ന് പറഞ്ഞ ഒരു അത്രയും നല്ലൊരു നടനെ നമുക്കറിയാതല്ല, കേരളക്കാർക്കും അറിയാം, ഇന്ത്യ അറിയാം, ഓൾ ദ വേൾഡ് എല്ലാവരും അറിയാവുന്നതാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ യൂട്യൂബേഴ്സിനൊക്കെ ആയിട്ട് തലപിടിക്കാൻ പോകുന്നത് വളരെ മോശമായ ഇടപാടാണ്. ഇപ്പം അദ്ദേഹം അവിടെ ചെയ്ത കാരുണ്യ പ്രവൃത്തി ഇപ്പം ഈ ഒരു പ്രവൃത്തി കൊണ്ട് മാറിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അജു വർഗീസ് സംസാരിച്ച് അത് അദ്ദേഹത്തിന്റെ അവൻ്റെതായ ഒരു ലെവലിൽ അവൻ യൂട്യൂബ് ചെയ്യണതിന്റെ അവന്റെ ജോബാണ് അത്. അതിൽ ശരിയാണ്, ചില കണ്ടന്റ് തെറ്റായി പറഞ്ഞിട്ടുണ്ട്, അത് അതെല്ലാവരും പറ്റാവുന്നതാണ്. പക്ഷെ അത് തെറ്റുപറ്റിയെന്നായിട്ട് വിട്ടുകളെ, അതാണ് ഒരു മുതിർന്ന. അതേപോലെ എന്നെ പിച്ചി എന്നെ മാന്തി എന്നും പറഞ്ഞ് ലാലേട്ടനും അതേപോലെ തന്നെ ഇപ്പൊ അമ്മയുടെ പുതിയതായിട്ട് വന്നിരിക്കുന്ന കുറെ ടീമുകളൊക്കെ ഉണ്ട്. ഇതിൽ എത്ര പേര് ക്രിമിനൽസ് ഉണ്ടെന്ന് ഒക്കെ അറിയാം. അതേപോലെ തന്നെ ഈ സിനിമാ മേഖലകളിൽ നടക്കുന്ന പല പ്രവൃത്തിയുടെയും പകുതി ക്രൈമൊന്നും ഇവൻ ചെയ്തിട്ടില്ല. അതേപോലെ തന്നെ ഇതിൽ നടക്കുന്ന ഇഷ്ടംപോലെ മാഫിയകള്, ബിനാമി മാഫിയകള്, അതേപോലെ ഡ്രഗ് പരിപാടി, ഇതെല്ലാം ഈ സിനിമാ മേഖലകളിൽ നടക്കുന്നുണ്ട്. അന്തർ സംസ്ഥാന ഡ്രഗ് മാഫിയയുടെ ഒരു ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ പരാതി കൊടുത്തിരിക്കുന്ന വ്യക്തി ആരായാലും അദ്ദേഹം ഇതിനൊക്കെ വേണ്ടി ഇനി പ്രതികരിച്ച് ഞങ്ങളുടെ മുമ്പിൽ കാണാം. അതേപോലെ തന്നെ
അവിടെ ലേഡീസ് നേരിടുന്ന പ്രശ്നങ്ങൾ സിനിമാ മേഖലകളിൽ അതിലെല്ലാം ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അതിനെല്ലാം ഇദ്ദേഹം തരണം കാണണം. അല്ലാണ്ട് ഒരു യൂട്യൂബറിനെയൊക്കെ പിടിച്ച് എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ പറയുമ്പോൾ ഇതുകൊണ്ട് ഈ സ്റ്റേഷനിൽ കൊടുത്ത് പോലീസുകാരെ മെനക്കെടുത്തിച്ച് അദ്ദേഹത്തിനെ ബുദ്ധിമുട്ടിക്കല്ലേ ചെയ്യണേ. അദ്ദേഹം അയാൾ ജസ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് എടുക്കാം. കാരണം ലാലേട്ടനെ മൊത്തം കേരളവും അതേപോലെ ഇന്ത്യയൊക്കെ അറിയുന്നതാണ്. അല്ലാണ്ട് എട്ടാവട്ടത്ത് കുറച്ച് പേര് മാത്രം അറിയുന്ന ഒരാളല്ല അദ്ദേഹം. എന്താണെന്നും അദ്ദേഹം ഇനി നല്ല പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല പ്രവൃത്തി നല്ലതാണെന്നും ഒക്കെ മനസ്സിലാക്കി എടുക്കുക. ഇപ്പൊ നമ്മുടെ സുരേഷ് ഗോപി സാർ നല്ല പ്രവൃത്തി ചെയ്യണമെങ്കിൽ നമ്മൾ അത് അംഗീകരിക്കും, ചീത്ത പ്രവൃത്തി ചെയ്യണമെങ്കിൽ നമ്മൾ അതിന് എതിർക്കും. അല്ലാണ്ട് അത് പറയണവരെ മുഴുക്കൻ ഇങ്ങനെ കൊണ്ടുപോയി സ്റ്റേഷനിലും ഇതൊക്കെ കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ അതിന് നേരം ഉണ്ടാവുള്ളൂ. പിന്നെ ഇത് കൊടുത്തുകൊണ്ട് എന്താ സംഭവിക്കാൻ പോകുന്നത്? കോടതിയിൽ ചെന്ന് കഴിയുമ്പോൾ ഇത് കേസ് നെറ്റില്ല. കേസ് നിന്നാൽ തന്നെ ഇതിന് മാനനഷ്ട കേസൊക്കെ കൊടുത്ത് ഇങ്ങനെ പുറകെ ബാക്കൗട്ട് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇനി പുതിയ ആൾക്കാർ ഇതിലേക്ക് വന്നുകൊണ്ട് ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ തുടങ്ങും. അപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നേരിടാനായിട്ട് എപ്പോഴും ഇതിനു വേണ്ടി ഒരാൾ ഇരിക്കണം. ചെകുത്താനെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞാലോ മോഹൻലാലിനെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞാലോ രണ്ടുപേരും ഭാഗത്ത് ചെറിയ തെറ്റുണ്ട്. കാരണം അവനത് പറഞ്ഞോട്ടെ, ഒരാളൊരു മീഡിയയിൽ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സിനിമ ആരെങ്കിലും കാണാണ്ടിരിക്കണ്ട. ഇല്ല, ഇപ്പൊ തന്നെ ആറാട്ടണ്ണനുണ്ട്, അങ്ങനെ ഇഷ്ടംപോലെ യൂട്യൂബേഴ്സ് ഒക്കെ ഉണ്ട്. അവരൊക്കെ പലതും പറയും എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് നേരെയൊക്കെ നിങ്ങൾ ഇങ്ങനെ കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ അതിന് മാത്രമല്ല എല്ലാവരും സ്പോർട്സ്മാൻ സ്പിരിറ്റ് എടുക്കുക. അല്ലാണ്ട് സിനിമാ മേഖലയിലുള്ളവരൊക്കെ വലിയ ആൾക്കാരൊന്നുമല്ല. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് നമ്മൾ ഒരു പ്രശ്നത്തിൽ ഉണ്ടാക്കാണ്ട് പോകും. ഹാവ് എ നൈസ് ഡേ. പ്ലീസ് സബ്സ്ക്രൈബ്. അച്ഛൻ എനിക്കിട്ട് പണിതതിന്റെ ഒരു സ്റ്റൈല് എനിക്കങ്ങ് ബോധിച്ചു. അപ്പം ഞാൻ തിരിച്ച് അച്ചായന് പണി തരുമ്പോഴും അതിൻ്റെതായ ഒരു രീതി വേണ്ടേ?